ടി.പി. ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ പ്രതികളുടെ ശിക്ഷ ഉയർത്തുന്നതിൽ വിധി 3:30-ക്ക്. 12 പ്രതികളുടെയും കെ രമയുടെയും ഹർജിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറയും. രാഷ്ട്രീയ കൊലപാതകം നിസ്സാരമായി കാണാനാവില്ലെന്നും വധശിക്ഷ നൽകരുതെന്ന് പറയാൻ എന്ത് കാരണമാണുള്ളതെന്നും ഹൈക്കോടതി ചോദിച്ചു. ജീവപര്യന്തം ശിക്ഷ അപര്യാപ്തമാണെന്നും നീതി ലഭിക്കാൻ വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. വധശിക്ഷ നൽകാൻ ശക്തമായ കാരണങ്ങളില്ലെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ശ്യാം ദേവരാജുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്യാം, എപ്പോ 3 മണിയോടെ തന്നെ വിധി പ്രസ്താവം ഉണ്ടാവുമോ? ബിനിൽ 3:30-നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അപ്പീലുകളിലെ ശിക്ഷാവിധിയിൽ വിധി പ്രസ്താവം നടത്തുന്നത്. 3:30-ക്ക് ജസ്റ്റിസുമാരായ ഡോക്ടർ എ.കെ. ജയശങ്കരൻ നമ്പ്യാർ, ഡോക്ടർ കൗസർ എടപ്പകത്ത് എന്നിവർ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് വിധി പറയുന്നത്. ഏതാണ്ട് 3 മണിക്കൂറിലധികം വിശദമായ ഇടതടവില്ലാതെയുള്ള വാദം കേട്ടതിന് ശേഷമാണ് ഹർജി ഈ അപ്പീലുകളിൽ ശിക്ഷാവിധി പറയാൻ വേണ്ടി 3:30-ക്ക് പറയും എന്ന കാര്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തത്. പ്രോസിക്യൂഷന്റെ വാദമാണ് ആദ്യം ഹൈക്കോടതി കേട്ടത്. പ്രോസിക്യൂഷൻ ഉയർത്തിയ വാദങ്ങൾ ഇങ്ങനെയാണ്: ചന്ദ്രശേഖരനെ കൊലപ്പെടുത്താനുള്ള കാരണം കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ അതിക്രൂരമായ കൊലപാതകമാണിത്. വധശിക്ഷ നൽകാൻ മതിയായ കാരണങ്ങളുണ്ട്. പ്രതികൾക്ക് മാനസിക പരിവർത്തനത്തിന് സാധ്യതയില്ല. മറ്റ് കേസുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകം. ഇത് അപൂർവമായ ഒരു കേസാണ്. ആര് കൊന്നു, എന്തിനു കൊന്നു എന്നതാണ് ഏറ്റവും പ്രധാനം എന്നതുമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങൾ. മാത്രമല്ല, ആശയം മാറിയതിലുള്ള പ്രതികാരമാണ് കൊലപാതകം. ഇതിന് ഒരു ന്യായീകരണവും നൽകാൻ കഴിയില്ല. ടി.കെ. രജീഷും എം.സി. അനൂപും ഉൾപ്പെടെയുള്ള ആളുകൾ പരോളിലായിരുന്നപ്പോൾ പോലും മറ്റ് പല കേസുകളിലും പ്രതികളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മാനസാന്തര സാധ്യത ഇല്ല എന്നുമാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. ഇതിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായത് ഏറ്റവും സുദീർഘമായ വാദം ഉന്നയിച്ചത് ഹൈക്കോടതിയിലെ തന്നെ മുതിർന്ന അഭിഭാഷകനായ രാമൻപിള്ളയാണ്. ശിക്ഷ ഉയർത്താൻ ശക്തമായ കാരണം വേണം, പക്ഷേ ശിക്ഷ ഉയർത്തുന്നതിന് മതിയായ കാരണങ്ങളില്ല. ഈ കേസിൽ പ്രത്യേകിച്ചും അത്തരം കാരണങ്ങളില്ല. ജീവപര്യന്തം വധശിക്ഷയായി ഉയർത്തുന്നത് അപൂർവമായ സാഹചര്യത്തിലാണ്. ശിക്ഷ ഉയർത്താനുള്ള മതിയായ കാരണം ഹൈക്കോടതിയുടെ മുന്നിൽ ഇല്ല എന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. മാത്രമല്ല, മുൻപ് കണ്ണൂരിലെ തന്നെ യുവമോർച്ച നേതാവ് കെ.ടി. ജയകൃഷ്ണനെ കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് അതിക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയത്. ഈ കേസിലെ പ്രതികൾക്ക് പോലും സുപ്രീം കോടതി വധശിക്ഷ ഒഴിവാക്കിയെന്നും രാമൻപിള്ള ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമല്ല ഒഞ്ചിയത്ത് സംഭവിച്ചതെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. പക്ഷേ ഹൈക്കോടതി ഇതിന്മേൽ കുറച്ചുകൂടി ഗൗരവതരമായ നിരീക്ഷണങ്ങളാണ് പല ഘട്ടങ്ങളിലും നടത്തിയത്. രാഷ്ട്രീയ കൊലപാതകം നിസ്സാരമായി കാണാനാവില്ല എന്നും വാടക കൊലയാളികളെ വെച്ചുള്ള കൊലപാതകമാണിത് എന്നുമായിരുന്നു ഹൈക്കോടതി വിവിധ ഘട്ടങ്ങളിൽ നിരീക്ഷിച്ചത്. രാഷ്ട്രീയ കൊലപാതകമാണ് എന്നടക്കമുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. പ്രതികൾ മാനസികമായ പരിവർത്തനത്തിന് എന്തെങ്കിലും തയ്യാറാണോ, ഇതിന്റെ സാധ്യത വിശദീകരിക്കാൻ കൂടി ഒരു ഘട്ടത്തിൽ ഹൈക്കോടതി പ്രതിഭാഗം അഭിഭാഷകരോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഹൈക്കോടതി മറ്റൊരു ഘട്ടത്തിൽ നിരീക്ഷിച്ചത് 10-ാം പ്രതി ജ്യോതിബാബുവിന്റെയും 12-ാം പ്രതി കെ കൃഷ്ണനും പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും അവർക്ക് അനുകൂലമായ ഘടകങ്ങളാണ് എന്നുമാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത്. എന്തായാലും വിശദമായ വാദം ശേഷമാണ് ഹൈക്കോടതി ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അപ്പീലുകളിലെ ശിക്ഷ ഉയർത്തുന്നതിൽ വാദം കേൾക്കുകയും അത് വിധി പറയാൻ വേണ്ടി അല്പം മാറ്റുകയും ചെയ്തത്. 3:30-നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസുമാരായ ഡോക്ടർ എ.കെ. ജയശങ്കരൻ നമ്പ്യാരും കൗസർ എടപ്പകത്തുമാണ് ഡിവിഷൻ ബെഞ്ച് വിധി പറയുന്നത്. ശ്യാം, ഇതിൽ കെ രമയുടെ അഭിഭാഷകൻ പറഞ്ഞിരുന്നത് വിചാരണ കോടതി തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചിരുന്നില്ല എന്നുള്ളൊരു വാദമുഖം ഉന്നയിച്ചിരുന്നു. അതായത് തെളിവുകൾ വീണ്ടും എത്രത്തോളം പ്രസ് ചെയ്യാൻ ഇപ്പോൾ ഈ വാദം ഉയർത്തണമെന്നുള്ള ആവശ്യത്തിൽ ശിക്ഷ ഉയർത്തണമെന്നുള്ള ഹർജിയിന്മേൽ നടന്ന വാദത്തിൽ എത്രത്തോളം ആ തെളിവുകൾ പ്രസ് ചെയ്യാൻ രമയുടെ അഭിഭാഷകനും പ്രോസിക്യൂഷനും സാധിച്ചിട്ടുണ്ട്? പ്രോസിക്യൂഷന്റെ വാദത്തിന് പിന്നാലെയാണ് വിക്ടിം എന്ന നിലയിൽ കെ രമയുടെ അഭിഭാഷകൻ വാദം ഉയർത്തിയത്. ഇതിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിചാരണ കോടതി എല്ലാ തെളിവുകളും പരിശോധിച്ചില്ല. കാരണം എല്ലാ തെളിവുകളും പരിശോധിച്ചിരുന്നുവെങ്കിൽ വിചാരണ കോടതി തന്നെ വധശിക്ഷ നൽകുമായിരുന്നു. അതുകൊണ്ട് ഹൈക്കോടതി എല്ലാ തെളിവുകളും പരിഗണിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വധശിക്ഷ നൽകുകയും വേണം എന്ന കാര്യമാണ് ഹൈക്കോടതിയിലെ അഭിഭാഷകൻ കൂടിയായ പി രാജീവ് ഉയർത്തിയത്. കെ രമയ്ക്ക് വേണ്ടി ഹാജരായത് പി രാജീവാണ്. പി രാജീവ് ഇത്തരമൊരു വാദമാണ് ഉയർത്തിയത്. തുടർന്നാണ് പ്രതിഭാഗത്തിന്റെ വാദങ്ങളിലേക്ക് കോടതി കടന്നതും സുദീർഘമായ വാദം കേട്ടതും.